യഹോവയുടെ പ്രസാദ വർഷം. ഇപ്പോൾ ഞാൻ വായിക്കാനിരിക്കുന്ന യേശയ്യാ 60-ാം അധ്യായം 61-ാം അധ്യായം 1-ാം വാക്യം. എളിയനോട് സുധാർത്തമാനം ഘോഷിക്കാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട്, യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവെട്ടുവാനും, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും. അപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ബദ്ധന്മാർക്ക് വിടുതൽ, അതുപോലെ അവരുടെ ഹൃദയം തകർന്നവർക്ക് മുറിവ് വെട്ടുതൽ, തടവുകാർക്ക് വിടുതൽ. തടവുകാർ എത്ര പേരുണ്ട് തടവുകാരായിട്ട് നിന്ന് മനസ്സിന് സന്തോഷം സമാധാനം കെടുത്തി പല വിധത്തിൽ അവർക്ക് പണിഷ്മെൻറ്റ്സ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശു പറയുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്നു. ജീസസ് റിഡീംസ് യു. പ്രാർത്ഥിക്കും കർത്താവിൻ്റെ ചിന്തയിൽ യേശുവിനോട് പ്രാർത്ഥിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ബദ്ധന്മാരുടെ വിടുതലും എൻ്റെ എല്ലാ വിടുതലുകളും കർത്താവേ നീ നൽകി തരണമേ എന്ന് നമ്മൾ അപേക്ഷിക്കാം. കുരുടന്മാരെ കാഴ്ച കൊടുത്ത കർത്താവ് മതിയായവൻ. ബത്ലോമിയേക്ക് കണ്ണിന് കാഴ്ച കൊടുത്തത് മതിയായവൻ. ലാസറിനെ ഉയർപ്പിച്ച യേശു മതിയായവൻ. മിറക്ലസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ രാത്രി ഈ രാവിലെ സമയത്ത് കർത്താവ് ബദ്ധന്മാർക്ക് വിടുതലും തടവുകാർക്ക് വിടുതലും അവരുടെ തകർന്നിരിക്കുന്ന മനസ്സുകളെ മുറിവ് കിട്ടുന്നവനുമാകുന്നു. അനേകർ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നു. പക്ഷേ യേശു കർത്താവ് പറയുന്നത്, ഞാൻ നിൻ്റെ മുറിവുകളെ കെട്ടുന്നു. ഈ ലോകത്ത് ജീവിക്കുന്നത് പാടാണ്, എന്നാൽ എൻ്റെ ദൈവം എല്ലാം ഈസിയാക്കി തരും. ബദ്ധന്മാർക്ക് വിടുതൽ. അതുപോലെ യഹോവയായ കർത്താവ് ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേലുള്ളപ്പോൾ ശത്രു ഓടിപ്പോകും. ഫ്ലീ, ഡെമൺസ് വിൽ ഫ്ലീ. So be comfortable in this verse today. ഇപ്പോൾ ഞാൻ വായിച്ച വാക്യം യേശയ്യാ 61-ാം അധ്യായത്തിൽ 1-ാം വാക്യമായി പറയുന്നത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ. എളിയവരായ അവർക്ക് നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനും ആ വഴിയിൽ കൂടി വന്നതാണ്. ഞാൻ എളിമപ്പെട്ട് വന്നതാണ്, എല്ലാം തികഞ്ഞു വന്ന ആളല്ല. എളിമപ്പെട്ട് എല്ലാവരാലും കൈവിടപ്പെട്ട് ഒതുക്കപ്പെട്ട് ഇരുന്നാലും ചെറുപ്രായം മുതലേ ബൈബിൾ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് സുശേഷകരായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ടീച്ചർ ഇതുണ്ടെങ്കിൽ നടക്കും. യേശുവിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിടുതൽ കൊടുക്കട്ടെ. അനേകർ ഭയപ്പെടുന്നു, ഭയപ്പെടുത്തവരുടെ വിടുതൽ കാണും. ദൈവം പറയുന്നതിനെ വിടുവിക്കുന്നു. കള്ള ആരോപണങ്ങൾ, കള്ളത്തരം വഹിക്കുന്നവരുടെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ചിഹ്നവിനായി പോകട്ടെ. ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാകുന്നു. സൂക്ഷ്മതയോടെ ജീവിക്കാം. കാണാതെ പോകുന്നതൊക്കെ തിരിച്ച് ലഭിക്കുമെന്ന് അറിയാം. കാണാതെ പോയ ദ്രമ കാണാൻ വരും. ആ സ്ത്രീ ആ വീട്ടിലുള്ള എല്ലായിടത്തും നോക്കിയിട്ട് കിട്ടിയത് വെളിയിൽ എല്ലാവരോടും പറയും, എൻ്റെ ദ്രമ കിട്ടി എന്ന് പറഞ്ഞു. അത് അനുഭവം. സോർന്ന് പോകാமல் ജപം பண்ணுക. നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും, കർത്താവിൻ്റെ സാന്നിധ്യം തുറക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യത്തിൽ ഞാൻ ചുരുക്കുന്നു. ആമീൻ.